ധാവണിയുടെ തുമ്പുചുറ്റി ഇടുപ്പിൽ കുത്തിവെച്ചിട്ടുണ്ട്. തൊട്ടടുത്തായി ഒരു 7 വയസ്സോളം പ്രായം വരുന്ന പെൺകുട്ടി കരഞ്ഞു വീർത്തു നിൽക്കുന്നു. അവളെ ഇടയ്ക്കിടയ്ക്ക് ആശ്വസിപ്പിക്കുന്നുണ്ട് ദക്ഷ. അവൾക്കപ്പുറം ഒരു 10 വയസ്സോളം പ്രായം വരുന്ന ആൺകുട്ടി കുറ്റവാളിയെപ്പോലെ തലകുനിച്ച് നിൽക്കുന്നു. കേശു, സോറി പറ പൊന്നുവിനോട്. ദക്ഷ പറഞ്ഞു. സോറി. ഇനി നീ പൊന്നുവിനെ കടിക്കുമോ? അവൾ എന്നെ മാന്തിയിട്ടാ ദച്ചുവേച്ചി. ദക്ഷ ഉടനെ പൊന്നുവിന് നേരെ തിരിഞ്ഞു. എന്തിനാ പൊന്നു നീ കേശുവിനെ മാന്തിയത്? അത് എന്നോട് ഇന്നലെ ഐ ലവ് യു പറഞ്ഞിട്ട് ഇന്ന് കാഞ്ചനയോടും ഐ ലവ് യു പറഞ്ഞു ഈ കേശുവേട്ടൻ. ദക്ഷ ഇത് കേട്ട് ഞെട്ടി കേശുവിനെ നോക്കി. കേശു അവളെ നോക്കി ഒരു വളിച്ച ചിരി ചിരിച്ചു. നീ എന്താ കേശു അങ്ങനെ കാണിച്ചത്? അവൾ കണ്ണുകൾ കൂർപ്പിച്ചു. അത് റോഷൻ പ്രിയയെ കൊണ്ട് ഇഷ്ടമാണെന്ന് പറയിപ്പിക്കാൻ നൂറിനെ ഇഷ്ടമാണെന്ന് പറഞ്ഞില്ലേ? അതുപോലെ കാഞ്ചനയോട് പറഞ്ഞു നോക്കിയതാ. ഏത് റോഷൻ, ഏത് പ്രിയ? ദക്ഷ ചുണ്ടത്ത് വിരൽ വെച്ചു. അത് അടാർ ലവ് ഇല്ലേ ദച്ചുവേച്ചി, അതില്ല. അയ്യടാ, തലയിൽ നിന്നും ഇതുവരെ മുട്ടത്തോട് പോലും അടർന്നു പോയിട്ടില്ല. അപ്പോളാ അവൻ്റെ ഒരു അടാർ ലവ്. ഇനി 100 വട്ടം ഏത്ത വിട്ടിട്ട് പോയാൽ മതി. നീ വേഗം തുടങ്ങിക്കോ. 1, 2, 3 വിട്ടേര് ദച്ചുവേച്ചി. എൻ്റെ കേശു പാവമല്ലേ? പൊന്നു അപ്പോഴേക്കും ചുണ്ടുമലർത്തി വന്നു. അയ്യോടാ, മുട്ടേന്ന് വിരിഞ്ഞിട്ടില്ല. അപ്പോഴേക്കും രണ്ടിൻ്റെ ഒരു പ്രേമം. എന്നാ നീ വിട്ടു കേശുവിൻ്റെ ഒപ്പം ഏത്തം. ഞാനോ? ഞാൻ ദച്ചുവേച്ചിയുടെ പഞ്ചാരക്കുട്ടിയല്ലേ? പൊന്നി ദച്ചുവിനെ വട്ടം ചുറ്റിപ്പിടിച്ചു. ആണോ? ദക്ഷ ആലോചിക്കുന്ന പോലെ മുകളിലേക്ക് നോക്കി. ഞാൻ മിണ്ടൂല്ല. എന്നെ വേണ്ടല്ലേ ദച്ചുവേച്ചിക്ക്? പൊന്നു അപ്പോഴേക്കും മുഖം തിരിച്ചു നിന്നു. അയ്യോ, ഞാൻ ചുമ്മാ പറഞ്ഞതല്ലേ. നീ എൻ്റെ പഞ്ചാര അല്ലേടി കുറുമ്പി. ദക്ഷ പൊന്നുവിൻ്റെ കവിളിൽ മുത്തി. ഇനി എല്ലാവരും പിന്നെ വന്നാൽ മതി കേട്ടോ. ദേവേട്ടൻ എണ്ണിക്കാൻ നേരമായി. ഞാൻ പോട്ടെ. ആ കരടിയെ ദച്ചുവേച്ചി എങ്ങനെയാ സഹിക്കണേ? എപ്പോഴും മുഖം ഒരു കൂട്ടം ഉണ്ടാവും. കൂട്ടത്തിലൊരു വായാടിയാണ്. ശരിയാ ചേച്ചി വരേണ്ടത്. മുമ്പേ ഞങ്ങൾ ആ മതിൽമേൽ നിന്ന് എത്തി നോക്കുകയേ ചെയ്യുള്ളൂ. ഒരു വട്ടം ആ പനീർ ചാമ്പ പൂത്തപ്പോൾ പൊന്നുവിന് ഞാൻ ഒരു പൂ പറിച്ചതിന് എന്നെ വഴക്ക് പറഞ്ഞു കരടി. കേശുവാണ്. എന്നാലേ നിങ്ങളുടെ ഈ കരടിക്ക് എന്നെ ഭയങ്കര പേടിയാ. അതുകൊണ്ട് എന്നെ ഒന്നും പറയൂല. ദക്ഷ ഇട്ടിരുന്ന ധാവണിയുടെ ബ്ലൗസിൻ്റെ കഴുത്തിലൊന്ന് പിടിച്ചു പൊക്കി പറഞ്ഞു. പിള്ളേരെല്ലാം വലിയ ആരാധനയോടെ ദക്ഷയെ നോക്കി. അല്ലെങ്കിലും ദച്ചുവെച്ച് സൂപ്പറാ, പൊന്നു പ്രസ്താവിച്ചു. എങ്കിലെല്ലാവരും ദേവേട്ടൻ പോയിട്ട് വന്നോളൂ കേട്ടോ. ഇന്ന് തെക്കേത്തൊടിയിലെ മൂവാണ്ടന്മാവിൽ കയറാം നമുക്ക്. ഇന്നലെ ഞാൻ കണ്ടിരുന്നു, പഴുത്ത് കിടക്കുന്നുണ്ട് മാമ്പഴം. ഉച്ച കഴിഞ്ഞ് കശുമാങ്ങയിലും. എല്ലാവരും അത് ശരിവെച്ചു പിരിഞ്ഞുപോയി. അഗ്നി ഇപ്പോഴും കണ്ടത് വിശ്വസിക്കാനാവാതെ നിൽക്കുകയായിരുന്നു. എൻ്റെ മുൻപിൽ നാവുണ്ടോ എന്ന് തപ്പി നോക്കേണ്ടി വരും പെണ്ണിന്. ഇതിപ്പോൾ പുതിയ അവതാരത്തിൽ. അവൾ എന്താ പറഞ്ഞത്? എനിക്കവളെ പേടിയാണെന്നോ? എൻ്റെ മുഖത്ത് പോലും നേരെ നോക്കില്ല അവൾ. അവളെ എനിക്ക് പേടി. കൊള്ളാം. അപ്പോൾ എൻ്റെ മുൻപിൽ മിണ്ടാപ്പൂച്ചയെ പോലെ നിൽക്കുന്നത് എനിക്ക് സഹതാപം തോന്നിക്കാനായിരിക്കും. അഗ്നി, സൂക്ഷിച്ചു മതി. ഇവൾ നീ വിചാരിക്കുന്ന പോലെ പാവമല്ല, ഫുൾ പ്ലാനാണ്. അവൻ പലതും ആലോചിച്ചു അകത്തേക്ക് കയറി. പ്രാതൽ കഴിക്കാൻ എല്ലാവരും ഇരുന്നു. ദോശ ചമ്മന്തി ഒഴിക്കാതെ പഞ്ചസാര മുക്കി പതുക്കെ സൂക്ഷിച്ചു കഴിക്കുന്ന ദക്ഷയെ അഗ്നി ഏറുകണിട്ട് നോക്കി. ചുണ്ടിൽ ഇപ്പോഴും മുറിഞ്ഞ പാടുണ്ട്. കവിളിലെ നീര് കുറച്ച് വലിഞ്ഞിട്ടുണ്ട്. എന്തായാലും വേണ്ടായിരുന്നു, തെറ്റായിപ്പോയി, മാപ്പ് പറയണം അവൻ മനസ്സിൽ വിചാരിച്ചു. അഗ്നി ആഹാരം കഴിച്ച് തിരിച്ച് മുകളിലേക്ക് കയറിപ്പോകുന്നത് കണ്ടു അമ്മ കാര്യം ചോദിച്ചു. നീ എന്താ കണ്ണാ, എന്തെങ്കിലും മറന്നോ? അമ്മേ, കാറിൻ്റെ കീ എടുത്തില്ല. മുകളിൽ ചെന്നതും ദക്ഷയ്ക്കുള്ള വിളി വന്നു. ദക്ഷ ഞെട്ടി പിടഞ്ഞുപോയി. എൻ്റെ ദേവി, ഇതിപ്പോൾ എന്താ പതിവില്ലാത്ത രീതിയൊക്കെ? മോള് ചെല്ല്, അവൻ നോക്കിയിട്ട് കിട്ടുന്നുണ്ടാവില്ല. ശരിയമ്മേ. അവൾ റൂമിലേക്ക് നടന്നു. ഇന്ന് വരെ ഇല്ലാത്തൊരു പേടി അവളെ വലയം ചെയ്തു. എന്തിനായിരിക്കും വിളിക്കുന്നത്? ഇന്നലത്തെ ബാക്കി ഉണ്ടാവുമോ ദേവി? അവളുടെ അടികൊണ്ട കവിളിൽ തടവി അവൾ പതുക്കെ നടന്നു. എന്തൊരടിയാ കാലമാടൻ അടിച്ചത്. ഇപ്പോഴും തരിപ്പ് പോയിട്ടില്ല. അവൾ റൂമിൻ്റെ വാതിലിൽ വന്നു നിന്ന് തല ഉള്ളിലേക്കിട്ടൊന്ന് നോക്കി. അഗ്നിയെ ഉള്ളിൽ കാണാത്തത് കൊണ്ട് അവൾ ഉള്ളിലേക്ക് കയറി. ചുറ്റിനും നോക്കിയപ്പോൾ കണ്ടു അവളെ നോക്കി 2 കൈയും മാറിൽ കെട്ടി വാതിലിനടുത്തായി നിൽക്കുന്ന അഗ്നിയെ. അഗ്നി വാതിൽ കുറ്റിയിട്ടു. അവളുടെ അടുത്തേക്ക് നടന്നു. ദക്ഷ ചുറ്റിനും ഒന്ന് നോക്കി. എന്താ ദേവേട്ടാ, വിളിച്ചിരുന്നോ? അവൾ വിക്കി വിക്കി ചോദിച്ചു. വിളിച്ചിരുന്നു. അഗ്നി ദക്ഷയുടെ മുൻപിലായി വന്നു നിന്നു. അവളെ തന്നെ ഉറ്റുനോക്കി. എന്തിനാ വിളിച്ചത്? അഗ്നിയുടെ നോട്ടം താങ്ങാനാവാതെ അവൾ തലകുനിച്ച് ചോദിച്ചു. അവളുടെ പരിഭ്രമം കണ്ടു അഗ്നിക്ക് ചിരി പൊട്ടി. കയ്യിൽ ധാവണിത്തുമ്പ് ചുരുട്ടിപ്പിടിച്ചു ഞെരിച്ചുകൊണ്ടിരിക്കുകയാണ്. ചെന്നിയിൽ കൂടി വിയർപ്പ് ഒഴുകുന്നുണ്ട്. അവൻ ഒന്നുകൂടി അവളിലേക്ക് നീങ്ങി നിന്നു. എന്താ ഇപ്രാവശ്യം? അവളുടെ ശബ്ദം ഇടറി. എനിക്ക് നിന്നെ പേടിയാണോ? ദക്ഷ വാ വിളിച്ചു. എനിക്ക് എന്ന് മുതലാടി നിന്നെ പേടി തുടങ്ങിയത്? ദേവിയെ, എല്ലാം കേട്ടുവെന്ന് തോന്നുന്നല്ലോ. ഞാൻ എന്തു പറയൂ? ദക്ഷ നിന്ന് വിളറി വെളുത്തു.
നീ ഞാൻ ചോദിച്ചത് കേട്ടില്ലേ? കേട്ടു. നിനക്ക് വിക്കുണ്ടോ? ഇല്ല ദേവേട്ട. അത് ഞാൻ തമാശയ്ക്ക്. പൊയ്ക്കോ. അവൻ മുൻപിൽ നിന്ന് മാറി. പിന്നെ നീ എൻ്റെ മുൻപിൽ അഭിനയിക്കൊന്നും വേണ്ട. എനിക്ക് നിന്നോട് സിമ്പതി തോന്നി ഇഷ്ടമൊന്നും പൊട്ടിമുളയ്ക്കാൻ പോകുന്നില്ല, മനസ്സിലായോ? ദക്ഷ തിരിഞ്ഞു നോക്കാതെ തന്നെ അവിടെ നിന്ന് തല അനക്കി. നടക്കാൻ ഒരുങ്ങിയതും പിന്നെ ഇന്നലെ ഞാൻ തല്ലിയതിന് സോറി. ദേഷ്യം വന്നപ്പോൾ ചെയ്തു പോയതാ. സാരമില്ല, ഒരു പാഠമായി എടുത്തു. ഇനി എൻ്റെ കാര്യങ്ങളിൽ ഇടപെടാൻ തോന്നുമ്പോൾ ഇത് ഓർക്കണം കേട്ടോ നീ. നിറഞ്ഞു വന്ന കണ്ണുകൾ തുടച്ചു അവൾ തിരിഞ്ഞു. എന്നിട്ട് അഗ്നിയുടെ മുൻപിലായി പോയി നിന്നു. അഗ്നി ഒരു നിമിഷം അവളുടെ ഭാവം ഒന്ന് നോക്കി നിന്നു. അതേ, ഞാൻ ഏട്ടൻ്റെ ഭാര്യയെ, അല്ലാതെ വലിഞ്ഞു കയറി വന്നവളല്ല. ഇന്നലെ തല്ലിയതിൽ എനിക്ക് കുറ്റം പറയാൻ കഴിയില്ല. കാരണം തെറ്റുകാരി ഞാനാണെന്ന ഉത്തമ ബോധ്യം എനിക്കുണ്ട്. അത്രയും നിധി പോലെ സൂക്ഷിച്ചു വച്ചിരുന്ന ഒന്നിന് മറ്റെന്തിനേക്കാൾ വില ഉണ്ടെന്ന് എനിക്കറിയാം. പക്ഷേ എന്നും വെച്ച് ഇനി ഇങ്ങനെ ഉണ്ടായാൽ ഞാൻ നിന്നുതരില്ല. ഞാൻ അമ്മയുടെ അടുത്ത് എല്ലാം പറഞ്ഞു കൊടുക്കും, ഞാൻ വീണതായിരുന്നില്ല എന്നതടക്കം. പിന്നെ അവൾ നാണം അഭിനയിച്ചു അവനെ നോക്കി. ചുണ്ടെങ്ങനെയാ പൊട്ടിയതെന്ന് എല്ലാവരും എന്നോട് ചോദിക്കുന്നുണ്ട് ദേവേട്ട. ഞാൻ എന്താ പറയേണ്ടത്? അവൾ അവനോട് ചേർന്ന് നിന്ന് കുറുമ്പോടെ ചോദിച്ചു. നീ. അഗ്നി ദേഷ്യം കൊണ്ട് വിറച്ചു. അവൻ അത്രയും പറഞ്ഞു വന്നപ്പോഴേക്കും ദക്ഷ റൂം തുറന്ന് വെളിയിൽ വന്നിരുന്നു. വാതിലിൽ നിന്ന് ഒന്ന് തിരിഞ്ഞു അഗ്നിയെ നോക്കി ഒരു കള്ളച്ചിരിയും ചിരിച്ചു. ഒരു കണ്ണ് ഇറക്കി കാണിച്ചു അവൾ താഴേക്കോടി. ദക്ഷയുടെ പുതിയ രൂപവും ഭാവവും കണ്ടു അഗ്നി ഒന്ന് പതറി. ഒരു നിമിഷം അവൻ ഇതുവരെ ഉണ്ടായതല്ല ഓർത്തു. ആദ്യമായി കണ്ടത് വിവാഹമണ്ഡപത്തിൽ തലകുനിച്ച് നിന്ന പെൺകുട്ടി. അവളെ അമ്മയുടെ നിർബന്ധപ്രകാരം താലി കെട്ടി. ഈ വീട്ടിൽ ഈ മുറിയിൽ വെച്ച് എല്ലാം തുറന്നു പറഞ്ഞ് ഒരുമിച്ച് ജീവിച്ചു തുടങ്ങി. ഒരുപാട് വട്ടം വാക്കുകൾ കൊണ്ട് അവളെ മുറിവേൽപ്പിച്ചിട്ടുണ്ട്. പാർട്ടിയിൽ വെച്ച് എല്ലാവരുടെയും മുൻപിൽ വെച്ച് അത്രയും ഉണ്ടായിട്ട് പോലും അവൾ പ്രതികരിച്ചിട്ടില്ല. ഇന്നലെ അടിച്ചപ്പോൾ പോലും തലകുനിച്ച് നിന്നതേ ഉള്ളൂ. പക്ഷേ കുറച്ചു മുമ്പ് കണ്ട ദക്ഷ, അവൻ്റെ ഉള്ളിൽ ഒരു അവ്യക്തമായ രൂപം തെളിഞ്ഞു വന്നു. ഒരു ഉത്തരം കിട്ടാത്ത കടങ്കഥയാണ് ദക്ഷ എന്ന് അവന് തോന്നി. ആഹാരം കഴിച്ചുകൊണ്ടിരുന്നപ്പോഴും അഗ്നി ദക്ഷയെ തന്നെ ശ്രദ്ധിക്കുകയായിരുന്നു. എന്നാൽ കുറച്ചു മുമ്പ് നടന്നതിൻ്റെ യാതൊരുവിധ പേടിയോ ഒന്നും അവളിലില്ല. ഒന്നും ഉണ്ടായിട്ടല്ല എന്ന ഭാവം. പെട്ടെന്ന് ദക്ഷ അവനെ നോക്കി പുരുകുയർത്തി എന്താ എന്ന് കാണിച്ചു. അവൻ ചുമൽ കുലുക്കി ഒന്നുമില്ല എന്ന് പറഞ്ഞു. അവളെ നോക്കിയതും അവൾ ഒരു കണ്ണിറക്കി സൈറ്റടിച്ച് കാണിച്ചു. അത് കണ്ടതും കഴിച്ചുകൊണ്ടിരിക്കുന്നത് നെറുകയിൽ കയറി അഗ്നി ചുമച്ചുപോയി. ദക്ഷ ശരിയമർത്തി പിടിച്ചിരുന്നു. അവളുടെ ഈ പരിവർത്തനം എന്തു പറഞ്ഞാലും മിണ്ടാതെ ഉരിയാടാതെ കണ്ണു നിറച്ച് നിന്നിരുന്നവളാ. ഇന്നെന്തോ അവളുടെ മുൻപിൽ തോറ്റുപോയ പോലെ തോന്നുന്നു. അവളുടെ നീളം വെച്ച നാക്ക് ഞാനിന്ന് തന്നെ അരിയും. നോക്കിക്കൂ. അഗ്നി അവളെ നോക്കി ഒന്ന് കണ്ണുരുട്ടി എഴുന്നേറ്റ് പോയി. അഗ്നി പോയതും ദക്ഷ എഴുന്നേറ്റ് തൊടിയിലേക്ക് ഓടി. അവളുടെ ഇഷ്ടപ്പെട്ട വെള്ളച്ചമ്പകത്തിന് കീഴെ വന്ന് നിന്ന് ശ്വാസം വലിച്ചു വിട്ടു. ഇപ്പോഴും ആ വിറയൽ മാറിയിട്ടില്ലെന്ന് തോന്നി അവൾക്ക്. ഇനിയും പ്രതികരിച്ചില്ലെങ്കിൽ ദേവേട്ടനെ മാറ്റാൻ സാധിക്കില്ല. ആ മനസ്സിൻ്റെ ഉള്ളിൽ പൂഴ്ത്തിവെച്ചിരിക്കുന്ന സങ്കടങ്ങളെല്ലാം വെളിയിൽ കൊണ്ടുവരണം. ആ ഹൃദയത്തിലേറ്റ മുറിവുകൾക്ക് മരുന്നാകണം. എങ്കിൽ ഇങ്ങനെ മിണ്ടാതെയും പറയാതെയും മുൻപോട്ട് പോയാൽ പറ്റില്ല. അതിന് എൻ്റെ മിണ്ടാപ്പുച്ച സ്വഭാവം പോരാ, പഴയ പോലെ ആവണം. അവൾ ഫോൺ എടുത്ത് നമ്പർ ഡയൽ ചെയ്ത് ചെവിയിൽ വെച്ചു. പവിയേച്ചി, ചേച്ചി പറഞ്ഞ പോലെയൊക്കെ ഞാൻ ചെയ്തിട്ടുണ്ട്. പക്ഷേ പേടിയുണ്ട് എനിക്ക്. അറിയാലോ, മൂക്കത്താ ശുണ്ടി. ശരി, വെക്കുക. അവൾ ഫോൺ വെച്ച് വീട്ടിലേക്ക് പോയി. അന്ന് അഗ്നി ഓഫീസിൽ നിന്ന് വന്നത് തന്നെ പലതും ചിന്തിച്ച് ഉറപ്പിച്ചുകൊണ്ടാണ്. ആഹാരം നേരത്തെ കഴിച്ചിരുന്നതിനാൽ അവൻ നേരെ മുറിയിൽ പോയി. റൂമിലിരുന്നാൽ ദക്ഷ കയറി വരില്ല എന്ന് അറിയാവുന്നത് കൊണ്ട് തന്നെ അവൻ ഓഫീസ് റൂമിൽ കയറി ദക്ഷ വരുന്നതും കാത്തിരുന്നു. ഇതൊന്നും അറിയാതെ ദക്ഷ പതിവ് പോലെ പതുങ്ങി റൂമിലെത്തി. അഗ്നി ഓഫീസ് റൂമിലാണെന്ന് മനസ്സിലായതും അവൾ കുളിച്ചു മാറാനുള്ള ധാവണിയും എടുത്ത് ബാത്റൂമിൽ കയറി. അത്രയും ഒളിച്ചു കണ്ട അഗ്നിയുടെ ചുണ്ടിൽ ഒരു ചിരി വിരിഞ്ഞു. അവൻ റൂമിൻ്റെ ഡോർ ലോക്ക് ചെയ്തു. അവളെയും പ്രതീക്ഷിച്ചു എന്ന പോലെ ബെഡിൽ ചെരിഞ്ഞു കൈ തലയിൽ കുത്തിക്കിടന്നു. കുളിച്ച് ഒരു ചെറിയ മൂളിപ്പാട്ടും പാടി ചുവപ്പ് കളർ ധാവണിയും അലസമായി ചുറ്റി ദക്ഷ ഇറങ്ങി. ബെഡിൽ കിടന്ന് ഇതെല്ലാം നോക്കിക്കാണുന്ന അഗ്നിയെ ദക്ഷ ശ്രദ്ധിച്ചില്ല. തലയിൽ ചുറ്റിയിരുന്ന തോർത്തഴിച്ചു കണ്ണാടിയുടെ മുൻപിൽ പോയി നിന്നു തല തോർത്തി. സീമന്തരേഖയിൽ പ്രാർത്ഥനയോടെ സിന്ദൂരവും ചേർത്തി ദക്ഷ അലസ്യമായി ചുറ്റിയ ധാവണി ഞുറിഞ്ഞുകുത്താനായി എടുത്തു. കണ്ണാടിയിലേക്ക് നോക്കിയതും ഞെട്ടിത്തിരിഞ്ഞു ഷോൾ അതേപോലെ പൊതിച്ചു. കള്ളച്ചിരിയുമായി അഗ്നി അവളെ നോക്കി അവിടെ തന്നെ കിടന്നു. എന്താ? അവൻ്റെ നോട്ടം കണ്ട് ദക്ഷ ചോദിച്ചു. എന്ത്? ഞാൻ പറഞ്ഞതൊക്കെ എൻ്റെ സ്വീറ്റ് വൈഫ് മറന്നുപോയോ? നമുക്ക് ജീവിച്ചു തുടങ്ങണ്ടേ? അഗ്നി എഴുന്നേറ്റ് അവളുടെ അടുത്തേക്ക് നടന്നുകൊണ്ട് പറഞ്ഞു. അവൾ വിയർക്കാൻ തുടങ്ങി. അഗ്നി ആദ്യരാത്രിയിൽ പറഞ്ഞതൊക്കെ അവൾ ഒരു നടുക്കത്തോടെ ഓർത്തു. അവൻ നടന്നു അവളിലേക്ക് അടുക്കുന്തോറും അവളുടെ ഹൃദയമിടിപ്പ് ഏറി വന്നു.
അഗ്നി അവളുടെ മുൻപിൽ വന്ന് നിന്നു. അവളുടെ ധാവണിത്തുമ്പ് കയ്യിലെടുത്തു. ദക്ഷ പരിഭ്രമത്തോടെ അവനെ നോക്കി. തോളിൽ കൈകൊണ്ട് അവ അഴിഞ്ഞു മാറാതെ പിടിച്ചു. അവൻ ആ തുമ്പൊന്ന് വലിച്ചു അവളെ അവനിലേക്ക് അടുപ്പിച്ചു. അവളുടെ ഈറനായ മുടിയിഴകളിൽ നിന്നും വമിക്കുന്ന കാച്ചെണ്ണയുടെ സുഗന്ധം ഒന്ന് വലിച്ചെടുത്തു. അവളുടെ തോളിൽ പടർന്നു കിടക്കുന്ന മുടിയെ കൈകൊണ്ട് വകഞ്ഞു മാറ്റി. അവൻ്റെ ചൂട് നിശ്വാസം അവളുടെ തോളിലേറ്റതും ഒരു വിറയലോടെ അവൾ വിളിച്ചു, ദേവേട്ടാ. അവനൊന്ന് മൂളിക്കൊണ്ട് അവളിലേക്ക് ഒന്നുകൂടി അടുത്തു. ദേവേട്ടാ, പ്ലീസ്, വേണ്ട. അഗ്നി അവളെ ഒന്ന് നോക്കി. പേടിച്ച് വിയർപ്പ് പൊടിഞ്ഞ നെറ്റിയും മേൽച്ചുണ്ടും വിറയ്ക്കുന്ന ആദരങ്ങളും. അവൻ അവളിൽ നിന്നും അടർന്നു മാറി. വേണ്ടേ? അവൻ്റെ ശബ്ദം തന്നിൽ നിന്നും അകന്നത് കേട്ടതും അവൾ തല ഉയർത്തി അവനെ നോക്കി. എങ്കിൽ ഇന്ന് വേണ്ട അല്ലേ? ഞാനും ആകെ ടയേർഡാണ്. അടുത്ത ദിവസം തന്നെ ആഘോഷമായി അങ്ങ് നടത്തിയേക്കാം. എന്തു പറയുന്നു എൻ്റെ ഭാര്യ? അഗ്നി അവളുടെ മൂക്കിലൊന്ന് തട്ടിക്കൊണ്ട് ചോദിച്ചു. അവൾ അവനെ ദയനീയമായി ഒന്ന് നോക്കി. കൂടുതൽ ഭാര്യയുടെ കടമയും താലിയുടെ അധികാരത്തെക്കുറിച്ചും സംസാരിക്കാൻ തോന്നുന്നതിന് മുമ്പ് ഇതുകൂടി ഒന്ന് ഓർത്തേക്കണം കേട്ടോ എൻ്റെ ദക്ഷക്കുട്ടി. അത്രയും പറഞ്ഞ് ഒരു പുച്ഛച്ചിരിയോടെ അവൻ കട്ടിലിൽ പോയി കിടന്നു. ദക്ഷ ദേഷ്യത്തിൽ അവനെ നോക്കി ഫോണും എടുത്തു വെളിയിലേക്ക് പോയി. അവൾ പവിയെ വിളിച്ചു. നടന്നതെല്ലാം വള്ളിപുള്ളി വിടാതെ എല്ലാം വിസ്തരിച്ചു. പവിയുടെ നിർദ്ദേശപ്രകാരം പുതിയ ഒരു പ്ലാനും രൂപീകരിച്ചു സമാധാനമായി നാളത്തെ അംഗവും സ്വപ്നം കണ്ടു കിടന്നുറങ്ങി. പിറ്റേന്ന് പ്രാതൽ കഴിക്കാനിരുന്ന അഗ്നിക്ക് ചപ്പാത്തി വിളമ്പുകയായിരുന്നു ദക്ഷ. സുഭദ്ര എന്തിനോ അടുക്കളയിലേക്ക് പോയതും അഗ്നി ദക്ഷയുടെ കയ്യിൽ പിടിച്ചു അവൻ്റെ അടുത്തേക്ക് അടുപ്പിച്ചു. പെട്ടെന്നുള്ള അഗ്നിയുടെ പ്രവൃത്തിയിൽ ദക്ഷ ഞെട്ടി. ഇന്നലെ പറഞ്ഞത് ഓർമ്മയുണ്ടല്ലോ അല്ലേ? ഇന്ന് രാത്രി. അവനൊന്ന് നിർത്തി. പിന്നെ തുടർന്നു, സെറ്റും മുണ്ടും മതി, അതാ എനിക്ക് ഇഷ്ടം. അഗ്നി അവളുടെ ചെവിയിലേക്ക് മുഖം അടുപ്പിച്ചു പതിഞ്ഞ ശബ്ദത്തിൽ പറഞ്ഞു. ദക്ഷ അനങ്ങാനാവാതെ മരവിച്ച് നിന്നുപോയി. അഗ്നി ചുണ്ടിൽ ഊറിയ ചിരി വെളിയിൽ വരാതെ വിദഗ്ധമായി മറച്ചു കഴിച്ച് എണീറ്റുപോയി. ദക്ഷ അഗ്നിയുടെ ഈ വെല്ലുവിളിക്ക് മറുപണി കൊടുക്കാൻ തയ്യാറെടുത്തു നിന്നു. ഹാളിലെ സോഫയിലിരുന്ന് അഗ്നി ലാപ്പിൽ ഒരു PPT പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് ഒരു അൺനോൺ നമ്പറിൽ നിന്നും അഗ്നിക്ക് കോൾ വന്നത്. ഹലോ യെസ്, അഗ്നിദേവ് ഹിയർ. കേൾക്കുന്നില്ലേ? ജസ്റ്റ് എ സെക്കൻഡ് മാം, റേഞ്ച് പ്രോബ്ലം ആവും. എത്ര ശ്രമിച്ചിട്ടും കേൾക്കാൻ പറ്റുന്നില്ല എന്ന് തോന്നിയതും അവൻ ലാപ്പ് മാറ്റിവെച്ച് റേഞ്ച് കിട്ടാനായി വെളിയിലേക്ക് ഇറങ്ങി നിന്നു. മുറ്റത്ത് സൈഡിൽ ഒരു കോണിൽ നിന്ന് ദക്ഷ അഗ്നിയെ തന്നെ വീക്ഷിച്ചു ഫോണും ചെവിയിൽ വെച്ച് വായ്ഭാഗം തുണിയിൽ മറിച്ചു സംസാരം തുടർന്നു. ചുറ്റും നമ്മുടെ പീക്കിരി പട്ടാളവും. അഗ്നി മുറ്റത്തെ മാവിൻ ചൂട്ടിലേക്ക് പോകുന്നത് കണ്ടതും അതേ മാവിൻ്റെ മുകളിൽ കുട്ടിക്കരങ്ങനെ പോലെ അള്ളിപ്പിടിച്ചു ഇരിക്കുന്ന കേശുവിനെ നോക്കി ദക്ഷ കൈ കാണിച്ചു. മാം, ഇപ്പോൾ കേൾക്കാമോ? അഗ്നിയുടെ ശബ്ദം ഫോണിലൂടെ വന്നതും അവൾ ഫോൺ കട്ട് ചെയ്ത് കേശുവിനുള്ള സിഗ്നൽ കൊടുത്തു. അപ്പോൾ തന്നെ കേശു പുളിയനുറുമ്പിൻ്റെ ഒരു കൂട് അതോടെ താഴെ നിൽക്കുന്ന അഗ്നിയുടെ മുകളിലേക്കിട്ടു. ഒരു നിമിഷം കൊണ്ട് അഗ്നിയുടെ ദേഹം മുഴുവൻ അവ പരന്നു. എന്താണെന്ന് മനസ്സിലായതും അഗ്നി നിന്ന നിൽപ്പിൽ തന്നെ ചാടാൻ തുടങ്ങി. ഇട്ടിരുന്ന ഷർട്ട് അഴിച്ചുമാറ്റി കുളക്കടവിലേക്ക് ഓടി വെള്ളത്തിലേക്ക് ചാടി. ഇതെല്ലാം കണ്ട് ദക്ഷയും കുട്ടിപ്പട്ടാളവും നാലുപാടും ചിതറി ഓടി. ദക്ഷ തൊടിയിലേക്ക് ഓടി അവിടുത്തെ ചായ്പിൽ ഇരുന്നു തലതല്ലി ചിരിച്ചു. കുളത്തിൽ നിന്നും കയറി വന്ന അഗ്നി കാണുന്നത് മാവിൻ്റെ മുകളിൽ നിന്നും ഇറങ്ങാൻ ശ്രമിക്കുന്ന കേശുവിനെയാണ്. ചുറ്റിനും നോക്കിയപ്പോൾ കണ്ട് അവിടെ ഇവിടെ ആയി ഒളിഞ്ഞു കേൾക്കുന്ന ചിരി. അത് കേട്ടതും അവന് ദേഷ്യം കൊണ്ട് വിറച്ചു. അവൻ ഒരു മുയൽക്കുഞ്ഞിനെ എടുക്കുന്ന ലാഘവത്തോടെ കേശുവിൻ്റെ ഷർട്ടിൽ പിടിച്ചു പൊക്കിയെടുത്തു. പറയടാ, ദക്ഷ എവിടെ? കേശുവിൻ്റെ ചെവി തിരിച്ചുകൊണ്ട് അഗ്നി ചോദിച്ചു. പാവം കേശുവിൻ്റെ കണ്ണിൽ കൂടി കുടുകൂടെ കണ്ണീർ ഒഴുകാൻ തുടങ്ങി. അവസാനം സഹിയിട്ട് പാവം ചായ്പിലേക്ക് കൈ ചൂണ്ടി. ദക്ഷ ചായ്പിലിരുന്നപ്പോഴാണ് അവൾക്ക് കേശുവിനെക്കുറിച്ച് ഓർമ്മ വന്നത്. അവൾ ഉടനെ എഴുന്നേറ്റ് പതുങ്ങി ചായ്പിന് തുറന്നതും അഗ്നി കാറ്റുപോലെ ഉള്ളിലേക്ക് കയറി. നനഞ്ഞു കുതിർത്ത് കണ്ണിൽ അഗ്നിയുമായി മുൻപിൽ നിൽക്കുന്ന അവനെ കണ്ട് ദക്ഷയ്ക്ക് പേടി തോന്നി. കണ്ണൊക്കെ ചുവന്ന് കഴുത്തിലെ ഞരമ്പൊക്കെ മുറുകി അഗ്നി ദക്ഷയെ നോക്കി. എന്നിട്ട് ചായ്പിൻ്റെ കഥ അടച്ച് കുറ്റിയിട്ടു. അവൻ്റെ ആ ഭാവം കണ്ട് ദക്ഷയിലൊരു വിറയിൽ പാഞ്ഞുപോയി.